അന്താരാഷ്ട്ര തലത്തിൽ സ്വർണത്തിൻ്റെ വില വലിയ തോതിൽ കുതിച്ചുയരുമ്പോൾ സംസ്ഥാനത്തും വലിയ തോതിൽ തന്നെയാണ് ബാധിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് പവന് 2000-ലധികം രൂപയുടെ വർധനവ് തന്നെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മോടൊപ്പം ചുങ്കത്ത് ജ്വല്ലറിയുടെ ഡയറക്ടർ പ്രിൻസ് ആയിരുന്നു. ഈ ഒരു വർധനവ് ഇതിങ്ങനെ തുടർച്ചയായിട്ടുണ്ടാകാനുള്ള കാരണം? ഇത് പ്രധാനമായിട്ടും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് തിരുവേനെ പറ്റിയിട്ടുള്ള തീരുമാനങ്ങൾ അതിനോട് ബന്ധപ്പെടുത്തിയാണ് ഇത്രയും പെട്ടെന്നുള്ള വർധനവും. ഇതൊരു ആഴ്ച കൊണ്ട് സ്റ്റേബിൾ ആവുമെന്നാണ് നമ്മളുടെ പ്രതീക്ഷ. പിന്നെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു ഗ്രാം തങ്കത്തിന് 10,000 രൂപ വരെ വരാമെന്നുള്ളതാണ്. ഇപ്പോൾ 9,400 സംതിങ് ആണ് ഇപ്പോൾ ഉള്ള വില. പിന്നെ പൊതുവെ ജനങ്ങൾ ആഭരണത്തിൽ നിന്ന് കോയിൻ മേടിച്ച് വയ്ക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് വലിയ തോതിൽ മാറിയിരിക്കുകയാണ്. നമ്മുടെ വിൽപ്പനയിലൊക്കെ വിൽപ്പനയിൽ ബാധിക്കും. പിന്നെ ജനങ്ങൾ തന്നെ തീരുമാനിച്ചു ഇത്രയും നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് വേറെ ഉണ്ടോ. ഈ മാസത്തെ എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയൊരു വിലയെന്ന് തോന്നുന്നു. ഇന്നലാണ് ഏറ്റവും വലിയ വില ആയിരുന്നു. അതെ, ഇതിപ്പോൾ ഇന്ന് ഈ 2 ദിവസം കൊണ്ട് തന്നെ ഈ 2000 രൂപയോളം കൂടിയിട്ടുണ്ടല്ലോ. ഇതിനിപ്പോൾ ഒരു ഗ്രാമിന് 10,000 രൂപ തങ്കത്തിന് എത്തുന്ന ഒരു സ്റ്റേജിലാവുമെന്നാണ് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇപ്പോൾ കല്യാണത്തിൻ്റെയൊക്കെ സീസണാണ്. അപ്പോൾ കല്യാണ ടീമൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ടെന്ന്. വിവാഹമായിട്ട് ബന്ധപ്പെട്ട് പർച്ചേസിങ് വന്നതാണോ നിങ്ങൾ? അതെ. എവിടെ നിന്നാണ് വരുന്നത്? ഞങ്ങൾ പള്ളുരുത്തി. സ്വർണത്തിൻ്റെ വില കേട്ടിരുന്നു? 69. സോറി. എന്തായാലും ഈ ഒരു സ്വർണ്ണ വില ഇങ്ങനെ കൂടിയാലും സ്വാഭാവികമായിട്ടും കല്യാണം നടക്കണം. അപ്പോൾ ഇതിങ്ങനെ വാങ്ങിക്കാതിരിക്കാൻ പറ്റില്ലല്ലേ? ഇല്ല, വാങ്ങിക്കാതിരിക്കാൻ പറ്റില്ല. ഞങ്ങൾ ഈ 13-ാം തീയതിയാണ് കല്യാണം. ഈ വരുന്ന ഞായറാഴ്ച. എന്ത് ചെയ്യാനാണ്? മേടിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. കൊടുക്കൽ വാങ്ങലൊക്കെ അതേപടി നടക്കണമല്ലോ. വില കൂടിയുണ്ട്, കൊടുക്കാതിരിക്കാനും പറ്റില്ല. ഇതിപ്പോൾ ഇന്ന് വാങ്ങിച്ചില്ലെങ്കിൽ നാളെ ഇതിനേക്കാളും കൂടാനുള്ള സാധ്യത. ഇന്ന് മേടിച്ചില്ലെങ്കിൽ കൂടും. ഞാൻ കഴിഞ്ഞ ആഴ്ച മേടിക്കേണ്ടതായിരുന്നു. പൈസയുടെ കുറവുകൊണ്ടാണ് മേടിക്കാതിരുന്നത്. ഇപ്പോഴേ വന്നപ്പോൾ വീണ്ടും കൂടിയേക്കണേ. എന്തായാലും ഓരോ ദിനം ചെല്ലുംതോറും സ്വർണത്തിൻ്റെ വില ഇങ്ങനെ കൂടി വരുന്നുണ്ട്. പക്ഷേ ആവശ്യം നടക്കാതിരിക്കാനും പറ്റില്ല. ഇങ്ങനെ മലയാളി ഇപ്പോൾ സ്വർണ്ണവില കേൾക്കുമ്പോൾ തലയിൽ കൈവെക്കേണ്ട ഒരവസ്ഥ കൂടിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വിനു തോമസിനൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.